ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ഡാൻസിൻ്റെ വീഡിയോയെ പറ്റിയിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഡാൻസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രേഷ്മയാണ് എന്നെ വിളിക്കാൻ വന്നത്. ഞാനൊന്ന് ജസ്റ്റ് അവളെ കാണിച്ചിട്ടൊന്ന് എടുത്തതാണ്. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ കൊടിക്കുന്നത്തേക്ക് പോയി. കാരണം ഞാൻ ചരടും പിന്നെ ഈർക്കിളി സ്ലൈഡും പിന്നെ സൂചി പിന്നെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം പോയിട്ട് വാങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ സൗമ്യയുടെ കൂടെ ആണ് പോകുന്നത്. തിരുവേഗപ്പുറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പരിപാടി. രാത്രിയായിരുന്നു പരിപാടി. പക്ഷെ ഞങ്ങൾ രാവിലെ 11:30 ആകുമ്പോഴേക്കും എത്തി. കാരണം മേക്കപ്പ് ചെയ്യണവർ 4:30 ആകുമ്പോൾ പോകും. അപ്പോൾ ഫുൾ ആൾക്കാരിനെ മേക്കപ്പ് ചെയ്തിട്ട് വേണ്ടേ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചെന്നു. പിന്നെ ടീച്ചറിനെ കണ്ടു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ ഉള്ളിൽ പോയിട്ടൊന്ന് തൊഴുതു. കാരണം ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാമാണ്. കുറേ കാലത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചിലങ്ക കിട്ടിയിട്ട് ഒന്ന് അമ്പലത്തിൽ വെച്ചിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആ ടീച്ചർ നല്ല അടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പേടിച്ചിട്ട് ഞാൻ നിർത്തി. അപ്പോൾ എനിക്ക് അന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ശിവരാത്രിക്കൊക്കെ ജസ്റ്റ് അവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചിലങ്ക് കെട്ടിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ സാധാ സെറ്റും കൊണ്ട് കൊടുത്തിട്ടല്ല അങ്ങനെയല്ലേ കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കളിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ ശരി പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ പഠിച്ചത്. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാട്ടോ ഞാൻ ഇതിന് പോയത്. കാരണം കുറച്ച് ദൂരത്തായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. പരിപാടിയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ മോനായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു. പിന്നെ മോന് പനിയായിട്ടും പിന്നെ അവന് പനി വന്നപ്പോൾ പിന്നെ എനിക്ക് പനി വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തീരെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡാൻസിന് ഒഴിഞ്ഞു. 2 ഉണ്ടായിരുന്നാലും ഒന്നിന്ന് ഞാൻ ഒഴിഞ്ഞു. എന്നിട്ട് ആ ഒന്ന് അവർ 4 പേരും കൂടിയിട്ടാണ് കളിച്ചത്. അതിൻ്റെ പ്രാക്ടീസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റത്തെ ഡാൻസ് ഒന്ന് നോക്കി. അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് ഞാൻ ആ ഒരു ഡാൻസിൻ്റെ പകുതി വരെ എനിക്ക് ശരിക്കും ഫ്ലുവൻ്റായിട്ട് പഠിഞ്ഞു. പക്ഷേ ബാക്കി പകുതി എനിക്ക് ശരിക്ക് പോവാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതങ്ങനെ അവിടെ 3 ദിവസം കൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം തെറ്റിക്കുമോ എന്നുള്ള ഭയങ്കര പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ടെൻഷനും. കാരണം ആദ്യമായിട്ടല്ലേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അമ്പലത്തിൽ തന്നെ ഫുഡുണ്ട്. ഉച്ചയ്ക്ക് ഫുഡുണ്ട്, രാത്രിയൊക്കെ ഫുഡുണ്ട്. ആ ചുരിദാറിട്ട് പോകണ്ട കേട്ടോ ഞങ്ങളുടെ ടീച്ചറും. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മോനെ ഏട്ടൻ്റെ വീട്ടിലാക്കി. കാരണം അവനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവനവിടെ ആക്കി. പിന്നെ മോള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലത്തെ എല്ലാതും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോന്നു. അപ്പോൾ പോണ വഴിക്ക് അവിടെ ആ പറമ്പിൽ ആനനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ആന നല്ല ഭംഗിയുള്ള ആന കേട്ടോ. ദേവസ്വത്തിൻ്റെ ആനയായിരിക്കും. അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. മോരുകറി, പപ്പടം, അച്ചാർ, കായ്പീരി, പിന്നെ എലിശ്ശേരി കേട്ടോ. കായ്പീരി ഞാൻ രേഷ്മയ്ക്ക് കൊടുത്തു. ഞാനത് കഴിക്കില്ല. കായ ഞാൻ കൂട്ടില്ല. അങ്ങനെ കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നേ. അപ്പോൾ വെള്ളം എടുക്കാൻ മറന്നു. അപ്പോൾ ഇവർ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാട്ടോ. അങ്ങനെ കഴിക്കുക. അതിനുശേഷം നമ്മൾ വന്നിട്ട് കഴുകുക. അതിനുശേഷം അവിടെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ കൊണ്ടുപോയിടണം പാത്രം. അങ്ങനെയാണ് കേട്ടോ. ഒരു ബൊഫേ സിസ്റ്റം. നമ്മൾ പാത്രം പിടിച്ച് പോവുക, അവരിങ്ങനെ വിളമ്പിത്തരിക, നമ്മൾ കഴിക്കുക, വെള്ളം കൊണ്ടുപോവുക, കഴിക്കുക. അതിനുശേഷം കൊടുന്നിട്ട് ഇത് കഴുകുക, എന്നിട്ട് അവിടെ വയ്ക്കുക. അതിനുശേഷം ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി. ഫസ്റ്റ് എല്ലാം അത് ഞാനായിരുന്നു ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ ഇതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാറിയിട്ട് ഞാൻ ഷാമിലി ഇരുന്നപ്പോൾ ഞാൻ അവളുടെ വീഡിയോ എടുക്കുകയാണ്. 3 പേരാട്ടോ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കണത്. അപ്പോൾ 3 പേർക്കും ഞങ്ങൾ ദക്ഷിണ കൊടുത്തിട്ടാണ് ഇരുന്നത്. ഫസ്റ്റ് ഇതുപോലെ കുറേ പുട്ടി എടുത്തിട്ട് മുഖത്തിടും, കുറേ എടുത്തിട്ട് ഇട്ടു. എന്നിട്ട് എൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ വരിക ഫോട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെ ആക്കും. അതിനുശേഷം പിന്നെ നമുക്ക് അടുത്ത ഏട്ടൻ്റെ അടുത്ത് പോയിരിക്കും. അയാൾ നമുക്ക് പിരികമൊക്കെ ഇങ്ങനെ വരച്ച് തരും. അപ്പോൾ എൻ്റെ പിരികം എന്നോട് ചോദിച്ചു, ത്രെഡ് ചെയ്തപ്പോൾ കോളായിട്ടുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ 2 പിരികും 2 ഷേപ്പിലാണ് അത്ര ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രേഷ്മടി ഭയങ്കര കഷ്ടപ്പാടായി ഇത്രയാൾക്ക് പിരികം അങ്ങനെ വരയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാതെ വരാൻ പറഞ്ഞു. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ നോർമൽ ഷേപ്പ് കിട്ടില്ല എന്ന്.
ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീട്ടിലത്തെ ചാലിശ്ശേരി പൂരത്തിന് പോയില്ലോ. അപ്പോൾ ഞാൻ പൂരത്തിന് തലേ ദിവസം പോയിട്ട് ത്രെഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഏട്ടൻ. നല്ല ഇതായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ കണ്ണെഴുതാറേ ഇല്ല. അപ്പം എനിക്ക് കണ്ണെന്നൊക്കെ ഇങ്ങനെ കുടുകൂടാ വെള്ളം ചാടിയിട്ട് എനിക്ക് പറ്റണില്ല. എന്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ചുളിക്കല്ലേ, അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കണ്ണടച്ചിരിക്കുമ്പോൾ ഉറങ്ങിയ പോലെ ഇരിക്കുക. എങ്ങനെ ഉറങ്ങിയ പോലെ ഇരിക്കാനാ, മുഖത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യില്ല. അപ്പം എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചോറ് ചെയ്യുക, പിന്നെ ഇതൊക്കെ ഇങ്ങനെ ആകെ തേച്ച് വെച്ചിട്ടേ ആകെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ രേഷ്മയുടെ കയ്യിൽ കൊടുത്താട്ടോ. അവളോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുക, ഇതിലിടാനാണ് പറഞ്ഞു. അപ്പോൾ അവളാണ് ഇതൊക്കെ വീഡിയോ എടുത്തത്. അവളോ ഷാമിലിയോ ആരാട്ടോ, അവരെ 2 പേരുടെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അവരാണ് എടുത്തന്നത്. അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര എന്തോ ഇഷ്ടം പോലെ. പിന്നെ എനിക്ക് ആകെ ചൊറിയും. അപ്പം ഞാൻ അങ്ങനെ ചൊറിയുമ്പോൾ അവിടെയൊക്കെ അങ്ങനെ പാടാമായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടേ. പിന്നെ ഇത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ അവളോട് പറഞ്ഞ കേട്ടോ. അവൾ തലയും വാലില്ലാതൊക്കെ എന്തൊക്കെയോ തൂട്ടി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ നോക്കിയായിരിക്കും. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുത്തി. കാരണം കണ്ണിൻ്റെ അവിടെ തുണങ്ങാനാണ് തോന്നുന്നുണ്ട്. കുറേ നേരം മിണ്ടാതിരിക്കും, അവിടെ ഉറങ്ങിയ പോലെ ഇരുന്നോളൂ പറഞ്ഞു. എന്നിട്ട് പിന്നെ സൗമ്യൊക്കെ വന്നിട്ട് എടി ഉറങ്ങിയോ ചോദിച്ചു. എവിടെ ഉറങ്ങാനാണ്. അതിനുശേഷം പൊട്ടൊക്കെ വെച്ചെന്നു. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർക്ക് ആ പൊട്ട് വെച്ചത് ഇഷ്ടമായില്ല. ചെറിയ പൊട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം വന്നിട്ട് പിന്നെ വലിയൊരു പൊട്ട് വെച്ചെന്നു. താഴെ ഒരു വലിയൊരു കല്ലൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ചെന്നു പറഞ്ഞു, കുറച്ച് ഷോ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ മിണ്ടാതിരിക്കണം എന്താ വെച്ചാൽ ഇതിങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പം ഞാൻ പിന്നെ ഇപ്പം എന്താ അങ്ങനെ പറയാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടേ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ട്യൂണ് കൊടുക്കാം. അതിൻ്റെ കൂട്ടുകാരിക്ക് പറഞ്ഞു തന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവൾ നേരിട്ട് വന്നിട്ട് അതെനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിനെ കുറിച്ചിട്ട് അങ്ങനെ ധാരണയില്ല. ഞാൻ വെറുതെ കൊളാക്കാൻ നിൽക്കണ്ട വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത്. ഫസ്റ്റ് എല്ലാത്തിനും ഞാനായിരുന്നത്. ഇതാണ് കേട്ടോ ലാസ്റ്റ് മൂക്കുത്തിയൊക്കെ വെച്ചെന്നാൽ മൂക്കുത്തി വെച്ചപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നേ. അയാൾ പറഞ്ഞു സൈക്കിളിന് വേണ്ടി വരും, ഇത് കഴിയണ വരെ സൈക്കിളിന് വേണം, പിന്നെ മൂക്കുത്തി കൊണ്ടുപോയി കളയരുത്, 60 രൂപയാണ് ഒന്നിനെന്നൊക്കെ പറഞ്ഞു. വലിയ ഒന്നും കളയില്ല പറഞ്ഞു. പിന്നെ ഈ ഏട്ടനാണ് മുടി കെട്ടി തന്നത്. മുടി ഇങ്ങനെ നേർവച്ചിലൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ വെപ്പുമുടി വെച്ച് പിന്നെ മറ്റേ കുഞ്ചലൊക്കെ ഇങ്ങനെ തൂക്കി തന്ന് നല്ല ഭംഗി കെട്ടിയിരുന്നു. പക്ഷെ നല്ല വെയിറ്റായിരുന്നു. എൻ്റെ മുടി അത്യാവശ്യത്തിന് കുറച്ച് ഉള്ളുള്ളതുണ്ടോണ്ട് അതിൻ്റെ കൂടെ ഈ വെപ്പും കൂടി വന്നപ്പോൾ എനിക്ക് പുറത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. എനിക്ക് കുമ്പിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വേദന. എന്തോ ഒരു ഭാരമുള്ളൊരു സാധനം എൻ്റെ പുറത്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഞാനല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെയെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തതാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കെട്ടുക, ഇങ്ങനെയൊക്കെ കെട്ടി എന്നൊക്കെ ഉള്ളത്. ചെറുപ്പ് വെച്ചിട്ട് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ചീന്തിയിട്ട് നമുക്ക് 2 ഭാഗമായിട്ട് തരും. പിന്നെ എന്തൊരു തരം പശ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ച് ഇങ്ങനെ തേച്ചു. പിന്നെ ഞങ്ങൾ ആ സാധനം ഇടാൻ പോയി. ആ ചായ ഇങ്ങനെ കാലുമ്മയും കയ്യുമ്മയും ചായം ഇട്ട് തന്നു. 2 കുട്ടികളുണ്ടായിരുന്നു. 2 അല്ല, ടീച്ചറുടെ ബാക്കിയുള്ള സ്റ്റുഡൻസ്. ഞങ്ങൾ പാരൻസിൻ്റെ ഡാൻസാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ആൾക്കാർ, ഞങ്ങൾ 5 പേര്. ബാക്കിയുള്ളതൊക്കെ കുട്ടികളാണ്. അപ്പം അതിട്ടത്. അതിനുശേഷം പിന്നെ അടുത്ത സെക്ഷൻ ഇത് മുടിയിൽ വെച്ചാൽ തലയിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുക. അത് ഭയങ്കര വെയിറ്റായിരുന്നു. അത് കാണുന്ന പോലെ ഒന്നല്ല. അതിങ്ങനെ വെച്ചിട്ട് ചരടിൽ വെച്ച് കെട്ടിയിട്ടൊക്കെ മുടിയുടെ അവിടെ ബാക്കിൽ വെച്ചിട്ട് അങ്ങോട്ട് അമർത്താണ്. എനിക്ക് വേദനിച്ചിട്ട് എൻ്റെ തല കുത്തിയിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന പറഞ്ഞാൽ പൊട്ടണ പോലെ, തല ഇങ്ങനെ കുത്തി പൊളിയണ പോലെ ആയിരുന്നു. എനിക്ക് എന്താ പറയുക, സൗണ്ട് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ തണുത്ത വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ചു. പിന്നെ ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് മഴയും പെയ്തതിൽ കുറച്ച് സൗണ്ട് പോയി. അങ്ങനെ മുടിയിൽ തലയിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചു. മാല ഇട്ടു, കമ്മലിട്ടു. കമ്മലൊക്കെ പശ വെച്ചിട്ട് ഒട്ടിച്ചു. നല്ല വെയിറ്റ് ഉണ്ടൊക്കെ. എല്ലാതും ആയി. ഇനി ബാക്കിയുള്ളത് പൂവ്. അപ്പം ഞാൻ പൂവ് വയ്ക്കണത് ഞാൻ രേഷ്മയോട് പറഞ്ഞിട്ട്, രേഷ്മേനെ തോന്നുന്നുണ്ട് അവൾ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ എടുക്കട്ടോ. അതും കുത്തി കയറ്റി എന്തൊരു വേദനയായിരുന്നു. എയർ കസ്റ്റീഡ് വെച്ചിട്ട് കുത്തായിരുന്നു.
നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഡ്രസ്സ് നല്ല അടിപൊളി കളറായിരുന്നു, ഓറഞ്ച് കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഓറഞ്ചും കരിഞ്ചുവപ്പും പിന്നെ അതുപോലെ ഓറഞ്ച് ഫ്ലവറും കൂടി വെച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഓറഞ്ച് കളർ ഒരു പ്രത്യേക ഭംഗി, നല്ല ഭംഗിയുണ്ട് തരം ഓറഞ്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ വിചാരിച്ചു ഈ കളർ സാരി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ കയ്യിൽ വള ഞാൻ പൂരത്തിന് മേടിച്ച വള കേട്ടോ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഓൾറെഡി വള മേടിക്കാനും വിചാരിച്ച് പോയത്. അപ്പോൾ ടീച്ചർ ഈ കളറ് പറഞ്ഞപ്പോൾ ഞാൻ കരിഞ്ചുവപ്പ് വളയും ഓറഞ്ച് വളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കയ്യിലിട്ടത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം എല്ലാവരും, അവരൊക്കെ വേറെ കരിഞ്ചുവപ്പ് വളമല്ല, അവർ കുപ്പിവളമല്ല മേടിച്ച്, മറ്റേ നമ്മളെ ഗോൾഡൻ കളറുള്ള വളമല്ലേ അതാണ് മേടിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിൻ്റെ വളയാണ് ശരിക്കും മാച്ച്, ശരിക്കും ബ്ലൗസിൻ്റെ അതേ മാച്ച് കളർ ഓറഞ്ച് ആയിരുന്നു നിൻ്റെ വള. അവരൊക്കെ ഗോൾഡൻ ആയിരുന്നു മേടിച്ചത്. കരിഞ്ചുവപ്പ് ഓൾറെഡി എല്ലാവരും ഒരുപോലെയായിരുന്നു, പക്ഷെ അവരൊക്കെ ഗോൾഡനാണ് മേടിച്ചത്. അങ്ങനെ തലയിൽ പൂവും കൂടി വെച്ചപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. കാരണം ഒരുപാട് സാധനങ്ങളായപ്പോഴേ ഭയങ്കര വേദന. ഇത് ടീച്ചറുടെ മോനാട്ടോ. ടീച്ചർക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ മൂത്താൾ വന്നിട്ടില്ല, അതായത് രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആൾ ഡാൻസിനുണ്ട് കൃഷ്ണനായിട്ട്. അപ്പോൾ ആളെ മേക്കപ്പ് നടക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. ആൾ നല്ല രസമാട്ടോ. ആൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് എൻ്റെ മോളും പഠിക്കുന്നത്. എന്നുവെച്ചാൽ രേഷ്മയുടെ കുട്ടിയും അതുപോലെ തന്നെ സൗമ്യയുടെ 2 കുട്ടികളൊക്കെ ഒരു സ്കൂളിലാണ്. ആൾ കൃഷ്ണനായിട്ടാണ്. പിന്നെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ലാസ്റ്റ് സെക്ഷനായിട്ടാണ് ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ഇട്ടേരുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാന്നത്. ഇനി വേണമെങ്കിൽ ഒക്കെ കൂടിയിട്ട് നമ്മൾ വിഴുങ്ങണ്ട വിചാരിച്ചിട്ടായിരിക്കും, അറിയില്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊളായിടോ. എൻ്റെ വലിയ ചുണ്ടല്ലേ, ആ ചുണ്ട് എന്താ പറയുക, അയാളെ ചുണ്ടൊന്ന് ചെറുതാക്കി തോന്നുന്നുണ്ട്, ഒരു ഭാഗത്തൊന്നും ഇല്ല. എന്നിട്ട് രേഷ്മ പറഞ്ഞു എന്താ നിൻ്റെ ചുണ്ട്, നിൻ്റെ ഇട്ടത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ മോള് വന്നപ്പോൾ അവളും പറഞ്ഞു എന്താ അമ്മ ചുണ്ട് ഇങ്ങനെ, ഇതിട്ടത് ശരിയായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആഘോഷമായി. പിന്നെ ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരോട് ചോദിച്ച് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതുപോലെ രേഷ്മയുടെ പിരികം, അവളുടെ പിരികം ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നടക്കായിരുന്നു. കാരണം എൻ്റെ അവളുടെയും രണ്ട് ഷേപ്പ് അത്രയും, അത് അവരെന്തൊക്കെ കാട്ടിയിട്ടും ശരിയാവണില്ല. അപ്പോൾ പിന്നെ ഇപ്പം എന്താ ചെയ്യുക. അപ്പം അങ്ങനെ ആകെ ഒരു ഇതുപോലെയും. പിന്നെ ഞാനതൊന്നും നോക്കിയില്ല. എനിക്കാകെ ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ കളിക്കണ്ടേ, തെറ്റിക്കൊന്ന് പേടി. പക്ഷെ പ്രാക്ടീസ് ചെയ്തപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റേജ് കയറിയപ്പോൾ എല്ലാവരും ഓരോന്നിൽ ഓരോ പാളിച്ചകൾ വരുത്തി. ഞാൻ ശരിക്കും മുന്നിക്ക് നോക്കി തന്നെ ചെയ്തില്ല, പേടിച്ചിട്ട്. എനിക്കങ്ങനെ നെഞ്ചൊക്കെ അങ്ങനെ കിടന്നങ്ങനെ ഇടിക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, നോക്കുമ്പോൾ എന്തോ പോലെ ഭയങ്കര പേടിയാവും. ആൾക്കാരെ നോക്കുമ്പോൾ എന്തൊക്കെ കയ്യിൽ നിന്ന് പോണ പോലെ. പിന്നെ ഞാൻ പിന്നിലായിരുന്നേ. പിന്നെ ഞാൻ ജസ്റ്റ് മുന്നിലേക്ക് നോക്കിയപ്പോൾ രേഷ്മയായിരുന്നു മുന്നിൽ. അവളുണ്ട് മറ്റോളെ സുബന്യ തൊട്ടപ്പുറത്തേക്കണ കുട്ടീനെ നോക്കിയിട്ട് അവളെ നോക്കി നിൽക്കുക. ഞാൻ ഇതെന്താ ഇങ്ങനെ നിൽക്കണമെന്ന് വിചാരിച്ച് ചിരിച്ചപ്പോൾ ഞാൻ കളിക്കാനുള്ള സ്റ്റെപ്പ് ഞാൻ മറന്നു തന്നെ പോയി. അപ്പം ഞാൻ കൂപ്പണേന് ഞാനിങ്ങനെ കൈ ഇങ്ങനെ വിടർത്തി. അപ്പം എനിക്ക് ശരിക്കും ചിരി വന്നു. എന്നിട്ട് ഞാൻ അതേപോലെ ഓരോരുത്തർ ഓരോന്നിങ്ങനെ പോകും. പിന്നെ നമ്മളിങ്ങനെ സ്പീഡിൽ പോണതൊക്കെ കുറച്ചൊക്കെ ഒരു മിസ്റ്റേക്കൊക്കെ ഇങ്ങനെ വന്നു. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫോട്ടോഗ്രാഫറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ ഫോട്ടോഗ്രാഫർ വന്നു. അപ്പോൾ പിന്നെ ഇത് ടീച്ചർക്ക് ഞങ്ങൾ ചിലങ്ക തരുമ്പോൾ ദക്ഷിണ കൊടുത്തു, 100 രൂപ 101 രൂപ കൊടുത്തു. പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റൈലിൽ ഫോട്ടോസ് എടുത്തു. കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. ഒറ്റയ്ക്കുള്ള 3-4 പിക്കുകൾ എടുത്തു. 4-5 ഗ്രൂപ്പ് ഫോട്ടോകൾ എടുത്തു. എന്താ വെച്ചാൽ നമുക്കത് അങ്ങനെ എന്നത്തേക്കുള്ളതല്ലേ, അപ്പം അതെങ്ങനെ എടുക്കൽ തന്നെയായിരുന്നു. ഇത് ഞാനാട്ടോ. അത് എന്താ വെച്ചാൽ ഇത് ഞാനല്ലല്ലോ എടുക്കണത്. അപ്പം ഞാനത് രേഷ്മയുടെ കയ്യിലാവും കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും അവളെൻ്റെ മുഖമൊന്നും എടുത്തിട്ടില്ല. ബാക്കി പല്ല് കാട്ടി ചിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ പല്ല് കാട്ടില്ല. അപ്പം അയാൾ പറയും പല്ല് കാട്ടി ചിരിക്കും, അതല്ലേ ഭംഗി എന്ന് പറയുമ്പോൾ ഈ പല്ല് കാട്ടുമ്പോഴേക്ക് തോന്നണത് ആക്കിയ ചിരിയായിട്ട് തോന്നുകയാണ്. അപ്പം പിന്നെ ഞാൻ കാട്ടില്ല.
അങ്ങനെയായിട്ട് കുറേ അങ്ങനെ നിന്ന് പിന്നെ ഒന്ന് നല്ല പോലെ നിന്ന് വരുമ്പോൾ ബാക്കിൽ കൂടെ ഒരാൾ പോവും. പിന്നെ വീണ്ടും നല്ല പോലെ നിന്ന് വരുമ്പോൾ ഇത് ബാക്കിലൊരു വണ്ടി പോവും. പിന്നെ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. പിന്നെ കാലിങ്ങനെ പൊക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കണില്ല. ടീച്ചർ പറഞ്ഞു കാല് പൊക്കാൻ മാത്രം ഇവിടെ ഒരെണ്ണത്തിനും പറ്റണില്ല പറഞ്ഞു. എന്നിട്ട് പിന്നെ വേറെ ഇത് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഡാൻസിലുള്ളൊരു പിടുത്തമുണ്ട്. ഞാൻ അങ്ങനെ പിടിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അത് മാത്രം നന്നായിട്ട് അറിയാൻ പറഞ്ഞു. കാരണം അത് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ കുറേ എത്രയും 3 ഫോട്ടോ എടുത്തു. പിന്നെ അപ്പം നമുക്കിങ്ങനെ ബാക്കിലിങ്ങനെ എന്താണ് ആൾക്കാർ വരുമ്പോഴേ ഭയങ്കര വെച്ചാൽ നമ്മളത്ര കഷ്ടപ്പെട്ടിങ്ങനെ ഇതൊക്കെ അരമണ്ടയിൽ ഇരുന്നിട്ടല്ലേ. ഈ അരമണ്ടയിൽ ഇരിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ലല്ലോ, നല്ല വേദന. പിന്നെ എന്താ വെച്ചാൽ വിശപ്പ് അപ്പോഴാണ് തുടങ്ങിയത്. 12:30 ചോറുണ്ടേ. അപ്പോൾ അത് വലിയ തൃപ്തിയായില്ല കഴിച്ചത്. അതാ ഞാൻ പറയണേ എനിക്ക് കാല് വെക്കാൻ പറ്റില്ല ടീച്ചറെ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എന്നാൽ വേണ്ട അടുത്തെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നല്ല വിശക്കുക നല്ല വിശപ്പും വെള്ളത്തിന് ദാഹം. അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചു. ബാത്റൂമിൽ പോകാൻ കുറച്ച് പണിയുണ്ടാവും, കാരണം കുറേ കെട്ടിച്ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെയൊക്കെ വലിച്ചിട്ട് ഒരു മുണ്ടൊക്കെ അങ്ങനെ എടുത്തിട്ടാണ് ആ സെറ്റാക്കി ഇറക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ അത് മൊത്തം അഴിക്കേണ്ടി വരും. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്നാലും ആകെ തൊണ്ടവേദനിക്കുക. തൊണ്ടവേദനിക്കുന്നതുകൊണ്ട് എന്താണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം കുടിച്ചു. അപ്പം എനിക്കിങ്ങനെ ഒരു ആശങ്ക, അയ്യോ മൂത്രയ്ക്ക് മുട്ടോ എന്നുള്ളൊരു പേടി. അപ്പോൾ എല്ലാവർക്കും അതായിരുന്നു പേടി. കാരണം ഇത് എന്താണ് പാവാട പോലെയല്ലേ, പാൻറ്റാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു എന്താ പറയുക മുണ്ടൊക്കെ ചുറ്റിയിട്ടാണ് അതങ്ങനെ നിർത്തിയിറക്കണം. അപ്പോൾ അത് മൊത്തം അഴിക്കേണ്ടി വരും. ഒക്കെ ചരട് വെച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സഹിച്ച് പിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ ഇതാക്കി. അപ്പോൾ എനിക്കാകെ തൊണ്ട വരേണ്ടത് പോലെ. പിന്നെ ഭയങ്കര വിശപ്പ്. കാരണം പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്ക് 8 മണിക്ക് 12:30 ആകുമ്പോൾ കുറച്ച് ചോറ തന്നു. അത് എങ്ങനെയൊക്കെ കുത്തി കയറ്റിയതാണ്. ആ സമയത്ത് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ കറി ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ആ മഞ്ഞ ഡ്രസ്സുള്ളതൊക്കെ ആ കുട്ടികളാട്ടോ, ടീച്ചർ കുട്ടികൾ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടേ എൻ്റെ ഓരോ മേക്കപ്പ് ചെയ്ത ഓരോ മുഖങ്ങളായിട്ട് ഇങ്ങനെ ജസ്റ്റ് വാട്സപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു, പിന്നെ ഇങ്ങനെയായിരുന്നു, പിന്നെ അടുത്ത ലുക്കായി, പിന്നെ ഇത് ലിപ്സ്റ്റിക് ഇട്ട ലുക്ക്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നിട്ട് കുറേ തന്നെ സൗമ്യയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ബാക്കുള്ള ലുക്ക്. പിന്നെ ഒരു 7 മണിയായപ്പോൾ എൻ്റെ മോള് ദിയ രാജശേഖരനും വന്നു. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. പിന്നെ അപ്പോൾ രാജശേഖരൻ്റെ കൂടെ നിന്നിട്ട് 2-3 സെൽഫി എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബീന ചേച്ചി, രേഷ്മയുടെ അമ്മായിയമ്മ, പിന്നെ സൗമ്യയുടെ കുട്ടികൾ, അതുപോലെ ശ്യാമിനിയുടെ ഹസ്ബൻഡ്, മോള്, പിന്നെ സുബന്യയുടെ ഹസ്ബൻഡും മക്കളും, പിന്നെ അവളുടെ വീട്ടുകാരും എല്ലാവരും എത്തി. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി. കാണാൻ കൂടി എന്നെ കൂടുതലും കാണാണ്ടായിരുന്നില്ല, കാരണം രേഷ്മയുടെ മറവിൽ ഞാൻ വിട്ടു. അതെന്താ വെച്ചാൽ ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായതുകൊണ്ട് ഞാൻ ശരിക്കും ഒരാളേനും കണ്ടില്ല. ഭയങ്കര പേടിയായി. എൻ്റെ നെഞ്ഞൊക്കെ കിടന്ന് ഇങ്ങനെ ഇടിക്കായിരുന്നു. പക്ഷെ അതിന് മുന്നേ കയറാനായിട്ട് മുന്നേ കൂടി ഞങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് കളിച്ചു. പക്ഷെ ഭയങ്കര പേടി, എന്താണെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന സുബന്യ, അവളാണ് നന്നായി കളിച്ചത്. എന്താ വെച്ചാൽ അവൾക്ക് കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അവൾ ഇഷ്ടം പോലെ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് അവൾ നന്നായി കളിക്കും. അങ്ങനെ അവൾക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. പക്ഷെ ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് ചിലങ്ക കിട്ടിയത്. അതും ചിലങ്കയുടെ ഒരു ചിലങ്ക ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോഴേ അത് ഇങ്ങനെ ഇതാവുകയോ. അപ്പം അതിൻ്റെ ഒരു പേടി, അതങ്ങോട്ട് 2 മണികൾ കൂടിയിട്ട് അങ്ങോട്ട് പിടിക്കുക. അപ്പം എൻ്റെ കൊണ്ട് പിടിച്ചപ്പോഴേക്കും ആകെ പേടി. എന്നിട്ട് ഞാൻ അങ്ങനെ വലിച്ചു. അപ്പം പെട്ടെന്ന് വിട്ടു. അതുപോലെ രേഷ്മയ്ക്ക് കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ആ മാലയിൽ അവളെ വള കുടുങ്ങി. അപ്പോൾ അവൾ കൈ ഇങ്ങോട്ട് വലിച്ചാൽ കിട്ടണില്ല. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് കൈ വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും ആ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പം ആ ഭാഗമാണ് ഞാൻ നോക്കണത് അവളേനെ. അപ്പോൾ അവളെ ഇങ്ങനെ അപ്പുറത്തെ ആൾ നോക്കി നിൽക്കണ ഭാഗം കണ്ടപ്പോൾ ഇവളിതെന്താ നോക്കണമെന്നുള്ള ഒരു ആശങ്ക എത്തി. അതിൽ ഞാനിങ്ങനെ കളിക്കണ കാര്യം ഞാനും മറന്നുപോയി. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് പിന്നെ ഭയങ്കര സ്പീഡ്, ഓരോരുത്തർക്കും ഓരോ സ്പീഡായി. പിന്നെ ഞങ്ങൾ കയറിയിട്ട് മുന്നേ ടീച്ചർ വിളിച്ച് പറഞ്ഞു,
പാരൻസാണ്, അവരവരുടെ ഒഴിവ് സമയത്ത് വന്നതാണ്, അവരുടെ ഒരു വലിയൊരു ആഗ്രഹമാണിത്, തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോൾ അവിടെ ഉള്ളവർക്കും മനസ്സിലായി പാരൻസ് അല്ലേ, ഞങ്ങൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞാനൊക്കെ അത്രയ്ക്ക് ആയിട്ടുണ്ട്. കാരണം മോന് പനി വന്നിട്ട്, എനിക്കൊക്കെ പനിയൊക്കെ വന്നിട്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടും കൂടി പിന്നെ ഞാൻ പൂരത്തിന് പോയിട്ട് വേഗം വീട്ടിൽ നിന്ന് വന്നു. എന്താ വെച്ചാൽ ഈ ഡാൻസിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇത് കളിച്ചത്. പിന്നെ ഒരു ഡാൻസ് ഇത് കഴിഞ്ഞ ശേഷം ഇവർ ശിവദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ പാട്ടുണ്ടല്ലോ, ശിവദം ശിവനാമം, ആ പാട്ട് കളിച്ചു. അതിൽ ഞാനായിരുന്നു പാർവതി. പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും മോന് പനി വന്നു. പിന്നെ മോനെ ഡോക്ടറെ കാണിക്കാനും പിന്നെ എനിക്ക് പനി വന്നിട്ടും പിന്നെ മോനും മോളും കൂടി തല്ലുകൂടിയപ്പോൾ മോള് മറ്റേ നമ്മൾ ഫോണ് ചാരി വയ്ക്കുന്ന സ്റ്റാൻഡിൽ എടുത്തിട്ട് എറിഞ്ഞു. അപ്പോൾ അതിലത് നേരെ അവൻ്റെ കണ്ണിലാണ് കൊണ്ടത്. അവൻ്റെ കണ്ണിൽ മുറിയായി. പിന്നെ അവനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു വെയിലത്തിറക്കാൻ പാടില്ല, അങ്ങനെ കുറേ ഇത് വന്നു. അങ്ങനെ നമുക്ക് പുറത്തേക്ക് തന്നെ പോകാൻ പറ്റാതെ ആകെ ലോക്കായി. അപ്പം അതെല്ലാം മാറിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഡാൻസിന് ഒരു 2-3 ദിവസം മുന്നെയാണ് പിന്നെ ഞാൻ പോണത്. അപ്പോൾ ബാക്കിയുള്ള ആ സ്റ്റെപ്പ് ഫുള്ള് ഞാൻ 3 ദിവസം കൊണ്ട് പഠിക്കുകയാണ്. ആ 3 ദിവസം കൊണ്ട് പഠിച്ചിട്ട് എനിക്കങ്ങോട്ട് ശരിയാവണില്ല. എൻ്റെ മൈൻഡിൽ ആകെ എന്തോ പോലെ ശരിക്കും അങ്ങോട്ട് കിട്ടണ്ടേ. അങ്ങനെ കുറേ ടെൻഷനോട് അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പോയി. ഞാൻ ഇവിടെ ബാക്കിലുള്ളതാട്ടോ, ഞാൻ ഇവിടെ നീളുണ്ടല്ലോ. ഞാൻ രശ്മി സെയിം തന്നെയാണ്. പക്ഷേ ഞാൻ അവളെങ്കാറ്റും തടി കുറവായതുകൊണ്ട് എനിക്ക് കുറച്ച് നീളം കൂടുതൽ തോന്നിക്കും. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി വേഗം ഞാൻ എൻ്റെ തലക്കത്തെ എല്ലാ ദൂരി വലിച്ച് ഇട്ടു. കാരണം അത്ര തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ വേദനിക്കുക, തലയുടെ അവിടെ അമർന്നിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാം ഊരി കളഞ്ഞു. ബിനിച്ചേച്ചി എല്ലാവരും കൂടിയിട്ട്, ബിനിച്ചേച്ചിയാണ് എൻ്റെ തലയത്തൊക്കെ വലിച്ചിട്ട് ഊരി തന്നത്. ഊരി ഇതാക്കി എല്ലാതും അവിടെ എടുത്തേച്ചു. പിന്നെ ടീച്ചറെ കൂടെ സ്റ്റേജിൽ കയറി. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇത് കിട്ടി, ഡാൻസ് കളിച്ചതിന് മറ്റേ ഇതിൽ ഒരു ബുക്കൊക്കെ കിട്ടി. അവിടുന്ന് ഒരു ബുക്കൊക്കെ കിട്ടി. പിന്നെ എല്ലാവരും കൂട്ടിയിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ വീട്ടിലേക്ക് പോന്നു. ഫുഡ് വീട്ടിൽ വന്നിട്ട് കഴിച്ചു. അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു, ഇവരെല്ലാം അമ്പലത്തിൽ നിന്ന് കഴിച്ചു. പക്ഷെ ഞാൻ വേഗം പോയി വിശന്നിട്ടേ വീട്ടിൽ പോയിട്ട് കഴിച്ചു. ഇത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പോഴേക്ക് ഞാൻ, സൗമ്യ, ശ്യാമിനി ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി. രേഷ്മ പകുതി മാറി. കാരണം അവളെ തലമുടിയൊക്കെ അവൾ അഴിച്ചു, പക്ഷെ കോസ്റ്റ്യൂം അവൾക്ക് ഊരാൻ പറ്റിയില്ല. അതിൽ സുബന്യ മാത്രമായിരുന്നു ഒന്ന് കണ്ടില്ലേ, രേഷ്മ മുടിയൊക്കെ അഴിച്ചിട്ടിട്ടാണ് പോകുന്നത്. എൻ്റെ സൗമ്യയുടെയും രേഷ്മ എന്നാലും ശ്യാമിലിയും ഒക്കെ ഊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ആ മുഖത്തുള്ളത് പോവാൻ ഞാൻ കുറേ പാടുപെട്ടു. ഞാൻ എന്തൊക്കെ എടുത്ത് ഉരച്ച് നിൽക്കാനാവില്ല, അത്രയ്ക്ക് ഉണ്ടായിരുന്നു കട്ടയ്ക്ക്. അങ്ങനെ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം സഫലമായി. പിന്നീട് പറയണത് എന്താ വെച്ചാൽ ഞാനന്ന് ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ല. അപ്പം അന്ന് വീട്ടിൽ കള്ളം കയറി ആകെ വലിച്ച് പരച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കള്ളൻ. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനിതിൽ കാണിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല, അമ്മ വർക്കിന് പോയിരുന്നു, അച്ഛമ്മ പുറത്ത് പോയി, അനിയനും പോയി. ആ സമയം നോക്കിയിട്ടാണ് അവർ വന്നത്. ഒക്കെ എന്തെന്നാ പറയുക, ഒന്നും കിട്ടിയില്ല വീട്ടിൽ നിന്ന്. കാരണം മെയിൻ അലമാരയുടെ താക്കോൽ അമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ താക്കോൽ തരഞ്ഞാന്നറിയില്ല, എന്താണെന്നറിയില്ല, അരിയും എല്ലാ സാധനങ്ങളും വലിച്ച് വാരി ഇട്ടിട്ട് തോന്നിയതൊക്കെ കാട്ടിക്കൂട്ടി. ടി വി ഉണ്ടായിരുന്നു, ടി വിയൊക്കെ താഴ്ത്തിട്ടിട്ട് അവർ പോയി. അമ്മയുടെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് പുതിയ ഫോൺ അനിയത്തി മേടിച്ചു കൊടുത്തു. പഴയ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഒന്നും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു വിധം കണ്ടില്ലേ, ഒരു വിധം എല്ലാം നശിപ്പിച്ചിട്ട്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ ചെറിയൊരു വീടാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഉള്ള സ്വർണ്ണം എന്ന് വെച്ചാൽ പിന്നെ അമ്മ അച്ചമ്മയുള്ളത് അവർ കഴുത്തിലിട്ടിട്ടുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പിന്നെ ഞാനില്ല അവിടെ, ഞാൻ എൻ്റെ വീട്ടിലാണ്. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ അവിടെ വയ്ക്കില്ലല്ലോ. അതേപോലെ അനിയത്തിയാണ്, അവളുടെ വീട്ടിലെല്ലാം അവിടെ കൊണ്ടുവയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തുണ്ടാവാനും എന്തായാലും ഒക്കെ വലിച്ച് വരച്ചിട്ട് അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കേസ് ഉണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്, എന്താവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കട്ടെ. വീടിങ്ങനെ ഇതാണെങ്കിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ഇവർ ജസ്റ്റ് അങ്ങോട്ട് പോവല്ലേ വിചാരിച്ചിട്ട് ഗ്രില്ലിങ്ങനെ ഇതിട്ടിട്ടാണ് പോയി. പിന്നെ ഇത് ഞങ്ങൾ കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു കിട്ടാം, അതിൻ്റെ ഫോട്ടോസ്. അങ്ങനെ എത്ര ഉള്ളൂ. വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ. ബായ്.